ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ കൂട്ടുകാരെ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഒരു സിനിമയാണ് DNA. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ നമുക്ക് പരിശോധിച്ച് നോക്കാം, എങ്ങനെയാണ് ആ സിനിമ എന്നുള്ളത്. ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ്. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സിനിമയ്ക്ക് പോവാം, എൻ്റെ അഭിപ്രായം കേട്ടിട്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കോട്ടയം കുഞ്ഞച്ചൻ, കിഴക്കൻ പത്രോസ്, പ്രായിക്കര പാപ്പാൻ തുടങ്ങി ഒട്ടനവധി ഹിറ്റ് സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ച ഒരു സംവിധായകനാണ് TS സുരേഷ് ബാബു. എന്നാൽ ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം, അതായത് നീണ്ട ഒരു ഗ്യാപ്പുണ്ടായിരുന്നു ഈ സംവിധായകൻ്റെ, അതിനുശേഷം വീണ്ടും എത്തുന്നു പുള്ളിക്കാരൻ. അതായത് പുതിയ കാലഘട്ടത്തെ യുവാക്കളെ അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തെ സിനിമാ പ്രേമികളെ കയ്യിലെടുക്കുന്ന ഒരു ക്രൈം ത്രില്ലറുമായാണ് TS സുരേഷ് ബാബു നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ആ സിനിമയാണ് DNA. അതിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ സഹോദരി പുത്രനായ അഷ്കർ സൗദാണ് ഇതിൽ നായകനായിട്ട് എത്തുന്നത്. ഇതിൻ്റെ കഥ ആദ്യം ചെന്നൈയിലാണ് കഥ നടക്കുന്നത് കാണിക്കുന്നത്. അവിടെ ഒരു കഞ്ചാവ് കേസും അതിനെ പറ്റിയുള്ള ചില സീൻസുമാണ് ആദ്യം കാണിക്കുന്നത്. പിന്നെ നേരെ കൊച്ചിയിലേക്കാണ് കഥ മാറുന്നത്. എന്നാൽ കൊച്ചിയിൽ കഥ മാറുമ്പോൾ കൊച്ചിയിൽ അടുപ്പിച്ച് 3 കൊലപാതകങ്ങൾ നടക്കുന്നു. അത് വെറും കൊലപാതകങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, ബ്രൂട്ടൽ കൊല എന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലെ ഉള്ള കൊലപാതകമാണ് നടക്കുന്നത്. അതായത് ക്രൂരമായി കൊല്ലുക എന്നൊക്കെ നമ്മൾ പറയില്ല. അപ്പോൾ നിങ്ങൾ പ്രേക്ഷകർ കാണാൻ പോകുന്നുണ്ട്, നിങ്ങൾ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ, ഏകദേശം 5 വയസ്സിൽ താഴെ കുട്ടികളുണ്ടെങ്കിൽ പരമാവധി ആ സീൻ വരുമ്പോൾ അവരുടെ മുഖം പൊത്തിപ്പിടിക്കുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, കാരണം അത്രയും വയലൻസ് അതിലുണ്ട്. അപ്പോൾ ക്രൂരമായ കൊലപാതകമാണ് ഇതിൽ നടക്കുന്നത്. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയിട്ട് കഥ പോകുന്നത്, അതായത് ഒരു സീരിയൽ കില്ലറാണ് 3 കൊലപാതകങ്ങൾ നടത്തുന്നത്. അപ്പോൾ ആരാണ് കൊലയാളി, എല്ലാത്തിനും പിന്നിൽ ഈ സീരിയൽ കില്ലറാണോ, അയാൾ ആരാണ്, എന്താണ് അയാളുടെ ലക്ഷ്യം, ഇതിനെല്ലാം അയാളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്താണ്, ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമായാണ് ടീം DNA നമുക്ക് മുന്നിലേക്ക് ഇന്ന് തിയേറ്റർ മുഖേന വന്നിട്ടുള്ളത്. അതിനുശേഷം കൊല നടന്നു കഴിഞ്ഞതിന് ശേഷം കില്ലറെ പിടിക്കാനായിട്ട് പോലീസിന് സാധിക്കുന്നില്ല. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രശ്നങ്ങൾ പോലീസിന് വരുന്നുണ്ട്. അതായത് പത്രക്കാർ പോലീസിനെ കുറ്റപ്പെടുത്തുന്നു, രാഷ്ട്രീയക്കാർ, അങ്ങനെ കഥ നീണ്ടു പോകുന്നു. അപ്പോൾ ഈ സീരിയൽ കില്ലർ, ഇതിലത്തെ സീരിയൽ കില്ലറെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇരയോട് ഒരു അനുകമ്പയും ഇല്ലാതെ വേദനിപ്പിച്ച്, ക്രൂരമായി വേദനിപ്പിച്ച് കൊല്ലാക്കൊല ചെയ്താണ് ആ ക്രൈമിൻ്റെ ചിത്രം കില്ലർ ചിത്രീകരിച്ചിട്ട് പെൻഡ്രൈവിലാക്കും. അതിനുശേഷം ഈ കൊല ചെയ്യപ്പെട്ട ആളുടെ ശവശരീരത്തിൽ തന്നെ നിക്ഷേപിക്കുന്നു, അതായത് പോലീസിന് കിട്ടാനായിട്ട് കില്ലറുടെ രീതി. അങ്ങനെ ആ കൊലയാളിക്ക് ഒരു പേര് വീണു, പെൻഡ്രൈവ് കില്ലർ എന്ന പേരും വീണു. ഒരു പഴുതും ബാക്കി വയ്ക്കാതെ ഈ 3 പേരെയും യമപുരിക്ക് അയച്ച കൊലയാളിയെ തപ്പി സിറ്റി പോലീസ് കമ്മീഷണർ റേച്ചൽ പുന്നൂസും പോലീസുകാരും ദിശ അറിയാതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവസാനത്തെ കൊല ചെയ്തിട്ട് ആ ബോഡി ഇട്ടതോ ഈ ടീമിൻ്റെ, ഈ കൊലപാതകം അന്വേഷിക്കുന്ന ടീമിൻ്റെ DYSPയുടെ കാറിൻ്റെ ഉള്ളിലാണ്. അതിനുശേഷം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം ചേർന്നിട്ട് റേച്ചൽ പുന്നൂസ്, അതായത് സിറ്റി കമ്മീഷണറായ റേച്ചൽ പുന്നൂസിന് 24 മണിക്കൂർ സമയം കൊടുക്കുകയാണ് കൊലയാളിയെ പിടിക്കാനായിട്ട്. അപ്പോൾ ആ തെളിവിന് വേണ്ടിയിട്ട് റേച്ചൽ പുന്നൂസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ബോറടിപ്പിക്കാതെ പ്രേക്ഷകരെ പിടിച്ചിരുത്താനായിട്ട് ഈ സിനിമയ്ക്ക് DNA എന്ന് പറയുന്ന ഈ സിനിമയ്ക്ക് കഴിയുന്നുണ്ട്. സീരിയൽ കില്ലർ ഓരോ ഇരയെയും കൊലപ്പെടുത്തുന്ന രീതി കാഴ്ചക്കാരെ ഭീതിയിൽ ആഴ്ത്തുന്നുണ്ട്. അതായത് ചോര മരവിപ്പിക്കുന്ന സീനുകളാണ് അതിൽ വന്നിട്ടുള്ളത്. കൊലയാളിയുടെ ചടുലതയും ഇരയുടെ ഭീതിയും അന്വേഷണ സംഘത്തിൻ്റെ ആശയക്കുഴപ്പവും എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ്. മടുപ്പുകളൊക്കെ വാക്കാത്ത വിധം സ്ക്രിപ്റ്റ്, തിരക്കഥ നല്ല രീതിയിൽ പോയിട്ടുണ്ട്. പ്രേക്ഷകരിലേക്ക് അതിൻ്റെ രസാനുഭവം നൽകാനായിട്ട് ഈ തിരക്കഥയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്.
അങ്ങനെ എല്ലാം തികഞ്ഞ ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ഇത്. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് BGM മ്യൂസിക്, അതായത് പശ്ചാത്തല സംഗീതവും അതുകൂടാതെ ഫൈറ്റ് സീനുകൾ അത് നന്നായിട്ട് ഉണ്ട്. അതായത് പ്രകാശ് അലക്സിൻ്റെ പശ്ചാത്തല സംഗീതം അതുകൂടാതെ നല്ല ഫൈറ്റ് സീനുകളും ഉണ്ട്. അപ്പോൾ ത്രില്ലർ സിനിമകൾ കാണാൻ താല്പര്യമുള്ള പ്രേക്ഷകർക്കിടയിൽ ഉറപ്പായിട്ടും ടിക്കറ്റ് എടുത്തിട്ട് ഈ സിനിമയ്ക്ക് പോകാവുന്നതാണ്.